വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മക്കളെയെല്ലാം ഒന്നിച്ച് ഇരുന്ന് കാണാനും അവരുടെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും എനിക്കൊരു ഭാഗ്യമുണ്ടായി. എന്നുവെച്ചാൽ 10-18 വർഷമായി ഇങ്ങനെ സംഗമിച്ചിട്ട്. എന്നുവെച്ചാൽ ഒരാൾക്ക് ജോലിയുണ്ട്, ഒരു ദിവസം അവധി കിട്ടത്തില്ല, മറ്റൊരാൾ വീട്ടിൽ ഇരിക്കുമായിരിക്കും അന്നേരം, ഒരാൾക്ക് അവധി കിട്ടത്തില്ല, പിന്നെ എന്തെങ്കിലും തിരക്കായിരിക്കും. പക്ഷേ എന്തോ ഒരു ഭാഗ്യം, ഇപ്പോൾ എല്ലാവരും കൂടെ രാവിലെ വന്നു. മോൻ വന്നു. മരുമോളെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ മകൾക്ക് തുല്യമാണ്. മകളെ കഴിഞ്ഞ സ്നേഹം എനിക്ക്, എന്നെ അതുപോലെ കരുതുക സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ മോള് വന്നു. പിന്നെ എൻ്റെ മോളുണ്ടായിരുന്നു, കൊച്ചുമോൾ മക്കൾ 2 പേരും. എല്ലാവരുമായിട്ടും സന്തോഷമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ കാപ്പി കുടിച്ചു, പിരിഞ്ഞു. അവരിപ്പം മോനും കുടുംബവും കുമളിയിലാണ് താമസിക്കുന്നവരങ്ങോട്ട് പോയി. മോള് കോഴഞ്ചേരിയിലാണ് താമസിക്കുന്നവരങ്ങോട്ട് പോയി. ഞങ്ങളവരെ യാത്ര അയച്ചിട്ട് ഒരു ചായ കുടിക്കുക. ഇപ്പം എൻ്റെ മോളും കൊച്ചുമോളും ആദ്യം വന്നു. അവർ കോഴഞ്ചേരിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആങ്ങളെയും ഭാര്യയും കൊച്ചും വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവളും വന്നു. എന്തോ ഒരു ഭാഗ്യം, എല്ലാവരും കൂടെ ഒത്തുകൂടി വളരെ നാളുകൾക്ക് ശേഷം. അപ്പോൾ അതിന് എസ്കോർട്ടായിട്ട് ജൂലിയുണ്ട്. ജൂലി എല്ലാത്തിനും തലക്കിലുണ്ട് ഞങ്ങളുടെ. അത് മോനും ഭാര്യയും. അവർ കുമളിയിൽ നിന്നാണ് വരുന്നത്, കൊച്ചുമോളും കൂടെ. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒന്നിച്ചു കൂടാൻ പറ്റിയത്. എന്തെങ്കിലും കാരണം കൊണ്ട് ഒരാൾക്ക് ലീവ് കിട്ടത്തില്ല, അല്ലെങ്കിൽ വേറൊരാൾക്ക് അങ്ങോട്ട് പോകണോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകണോ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊക്കെയല്ലേ സന്തോഷം. ഇപ്പോൾ ക്രിസ്തുമസിന് അവർക്ക് വരാൻ പറ്റത്തില്ല, അന്ന് ലീവില്ല മരുമോക്ക്. അവൾ തേക്കടി റിസോർട്ടിൽ അക്കൗണ്ടൻ്റാണേ. അപ്പോൾ അവൾക്ക് അന്ന് ലീവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇങ്ങ് വന്നു. അപ്പോൾ മോനിതാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒത്തിരി നാൾ കൂടി സംഗമിച്ചതല്ലേ, അപ്പോൾ കാര്യങ്ങളെല്ലാം പറയുക. എന്തിനാണ് നമ്മൾ ഒത്തിരി സ്റ്റാറൊക്കെ തൂക്കുന്നതിൽ സന്തോഷമല്ലേ ഇത്? ഇതൊക്കെയല്ലേ സന്തോഷം. മാതാപിതാക്കൾ അല്ലെ പ്രായമായി കഴിഞ്ഞാൽ അവിടെ വരികയും സംസാരിക്കുകയും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും. ഇപ്പം മോടെ വീട്ടിൽ ചെന്നേ, കോഴഞ്ചേരിയില്ല, അവിടെ ചെന്ന് അവിടുത്തെ കാപ്പി സൽക്കാരമാണ്. ഇപ്പോൾ ഈ വർഷത്തെ ക്രിസ്തുമസിൻ്റെ കേക്കും ഒക്കെ ആയിട്ടാണ് അവർ വന്ന്. ഇപ്പോൾ ആദ്യത്തെ കേക്ക് ഭക്ഷണം അവിടെ കഴിക്കുകയൊക്കെ, കേക്ക് കഷ്ണിച്ച്. അത് കൊച്ചുമോള് ഡാൻസുകാരി. മറ്റേത് മോള്, അതും കൊച്ചുമോള്. അവൾ ഭയങ്കര തിരുവാതിരക്കലയും ഭയങ്കര പടം ഉണ്ടാക്കും ഒക്കെ. അങ്ങനത്തെ ഇതാണ് അവൾക്കിഷ്ടം. ഇത് മോന്. അപ്പോൾ സന്തോഷത്തിൻ്റെ കേക്ക് പങ്കിടും എല്ലാവരും. അതൊക്കെയല്ലേ സന്തോഷം. മിച്ചറ്, കാപ്പി. ഇവിടുന്ന് കപ്പയും എല്ലുകറിയും ഒക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ വയറ് ഫുള്ളാണ്. എന്നാലും സ്നേഹ സൽക്കാരത്തിൽ പങ്കുചേർന്നു. എല്ലാവർക്കും സന്തോഷമായി. ഇതൊക്കെയല്ലേ ജീവിതത്തിലെ സന്തോഷം. ഇതാണ് എൻ്റെ മോള്. 2 പേരും 2 വയസ്സിന് ഇളയതാണ്. മരുമോൻ ഇവിടെ ഇല്ല. ഇതാണ് എൻ്റെ മോള്. മരുമോളെന്ന് പറയാൻ പറ്റത്തില്ല, മോള്. എനിക്കെല്ലാവരും ഒരുപോലെയാണ്. എനിക്ക് മക്കളെന്നോ മരുമക്കളെന്നോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെ. ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണ്. അമ്മയും മക്കളും എന്നുള്ള ഇതിലല്ല, ഞങ്ങൾ കൂട്ടുകാരെ പോലെ. അതെൻ്റെ മോന് പോകാൻ ഇറങ്ങിയവർ. അവർക്കിപ്പോൾ പോയെങ്കിലേ കുമളി ചെല്ലുമ്പോൾ 7 മണിയെങ്കിലും ആകും. ഒരു 3-4 മണിക്കൂർ യാത്രയുണ്ട്. കൊച്ചുമക്കളും എല്ലാം ഇറങ്ങി. എന്നെ വെയിറ്റ് ചെയ്യുക. എൻ്റെ കാല് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് വീണെന്ന്, കാലിന് നീരാ. അപ്പോൾ 2 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അതിനൊന്നും അവസരം കിട്ടിയില്ല. ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കുക. എല്ലാവരും കൂടെ ലാസ്റ്റ് ഒരു ഫോട്ടോയും എടുത്തു പിരിയുക. അടുത്ത വർഷം ഞാൻ കാണുമോ?